അല്ലട്ടെ. ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അപ്പോളേ നമ്മളിന്ന് രാവിലെ നീച്ചിക്കണ്. രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ കുറേ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പിന്നെ എന്താ പറയുക, റോട്ടുമ്മലൊക്കെ കത്തിക്കണ ലൈറ്റ് പോലും ഓഫാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മുന്നേ തന്നെ രാവിലെ വന്ന് അലക്കി. ഇന്നാണെങ്കിൽ 2 പണിക്കാരുണ്ട് കേട്ടോ പടവിനും. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ചോറും കറിയൊക്കെ ഉണ്ടാക്കണം. ഇതുണ്ടല്ലോ, ഇതെൻ്റെ ഒരു ഫോളോവേഴ്സ് കൊണ്ടുവന്നതാണ് കേട്ടോ. അതിലുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ടാണ് അത് അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെക്കണം. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടട്ടെ, അപ്പോൾ അതിമത്തെ വിഷങ്ങളൊക്കെ പോകും. അപ്പോൾ അതാ ചക്കക്കുരു, മുരിങ്ങാക്കായ, മാങ്ങ, പച്ചമുളക്, അത് കൂടെ 2 തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. നാളികേരമൊക്കെ അരച്ചിട്ടോ. പണിക്കാരുണ്ട്, അപ്പോൾ അതിനാണ് ഇത്രയും കൂടുതൽ കഷ്ണങ്ങളൊക്കെ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കണം. അവർക്ക് ചോറിന് കൊടുക്കണം കറി. അപ്പോൾ നമുക്ക് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട്. മാങ്ങ എനിക്ക് ചനച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു മധുരമുണ്ട്, എന്നാൽ നല്ല പുളിയുണ്ട്. പിന്നെ അതാ ചിക്കനും ഉണ്ട്. അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോള് ഒരു സ്പെഷ്യൽ കറി പറഞ്ഞു തന്നിട്ടുണ്ട്, ചിക്കനുണ്ട്, അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാ ഞാൻ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചക്കക്കുരു കഴുകി ഇട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ കുക്കറിലൊക്കെ വേവിച്ചാൽ നമ്മൾ അതിൻ്റെ ടേസ്റ്റൊക്കെ കുറയും. അപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കല്ലുപ്പും ഇട്ടുകൊണ്ട് ചക്കക്കുരു നന്നായിട്ട് വേവിച്ചെടുക്കണം. അത് വേവിച്ചെടുത്തതിന് ശേഷം വേണം കേട്ടോ നമുക്ക് മറ്റുള്ളതൊക്കെ ഇടാം. പിന്നെ ഇതാ അവർക്ക് ഉപ്പേരിക്ക് കോവയ്ക്ക കുഞ്ഞാനൊക്കെ കൊണ്ടുവന്നതാണ്. വലിയ കോവയ്ക്കാണ് കേട്ടോ. ഇത്രയും വലിപ്പല്ലേ വണ്ണത്തിലുള്ള കോവയ്ക്ക ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ രാസവളമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാവും, അതുകൊണ്ടായിരിക്കും ഇത്രയും വലിപ്പം. അതൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. അതും തന്നെ കുറേ സമയം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴുകി, ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് കഴുകിയിട്ട് വേണം എടുക്കാം. അപ്പത്തേനും ചക്കക്കുരു ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി വെന്തുടഞ്ഞ് പായസമാകണ്ട. പായസമായാലും എന്താവും എന്നറിയോ, ഒരു രസം ഉണ്ടാവില്ല പച്ച പായസമായാൽ. മാങ്ങ ഇട്ട് കൊടുത്തു, തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള മുളക് പൊടി, എരിവ് നോക്കിയിട്ടേ കുറച്ചുകൂടി മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പച്ചമുളക് ഇതിലിട്ടത് നല്ല എരിവുള്ള മുളകേന്ന് കേട്ടോ. പിന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണേ. മുരിങ്ങാക്കായ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ തന്നെ ഇട്ട പണിക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കൽ. ഇത് നമുക്ക് എന്താ പറയുക, കറിക്ക് നാളികേരം അരക്കാനാണ്. അതിൽ നല്ല ജീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇട്ട് അത് അരച്ച് ഫൈനായിട്ട് അരച്ചത് വെന്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറഞ്ഞൊരു പുളിയും വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കൂട്ടാൻ പച്ചക്കറികൾ ഇതൊക്കെ നല്ലതാണ് നമ്മളെ ശരീരത്തിന് കേട്ടോ. രോഗപ്രതിരോധ ശക്തി ഉണ്ടാവാനൊക്കെ നല്ലതാണ്. അപ്പം നമ്മൾ ഈ ഗ്രോവില ചിക്കനൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ കുറച്ച് പച്ചക്കറിയും കൂടെ കൂട്ടത്തിൽ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ വിഷങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ നിൽക്കില്ല. ഇത് കണ്ടോ, ഈ കോവയ്ക്ക മുറിച്ചപ്പോൾ അത് ഇത്രയും വലുത്, വല്ല മാങ്ങ പൂണ്ട് വെച്ച പോലെ ഉണ്ട്. അപ്പോൾ അത് ചെറുതായി നുറുക്കി എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടൊരു ഉപ്പേരി വെക്കണം, ഇങ്ങനെ കുറച്ച് ചാറുണ്ടാക്കണം, പിന്നെ ചിക്കനും ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചിക്കൻ ഇവിടെ അങ്ങനെ നമുക്ക് കിട്ടിയപ്പോൾ അങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. ചിക്കൻ യാദൃശികമായിട്ട് അങ്ങനെ ചിക്കൻ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കറിയൊക്കെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ നാളികേരത്തിൽ 2 വെളുത്തുള്ളിപ്പൊണിയും ചെറിയുള്ളിപ്പൊണിയും നല്ല ജീരകമൊക്കെ ഒഴിച്ച് പുളിവെള്ളമൊക്കെ ഒഴിച്ച് കറി ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇനി കടുവും കറിവേപ്പിൻ്റെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെയും വറുത്തെടുക്കുക, അങ്ങനെയും ചെയ്യുക. ഉപ്പേരിയും വെക്കണം. ഞാനിതൊക്കെ പാടെ വറുത്ത് അങ്ങനെ ഒഴിച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് അങ്ങനെ കടന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നപ്പോൾ ഈ ചട്ടിയിൽ തന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാമല്ലോ വിചാരിച്ച് അതിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ട്, എന്നിട്ട് നമ്മൾ കഴുകി ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുള്ള കോവയ്ക്ക ഉണ്ടല്ലോ, അതിൻ്റെ മുന്നേ കുറച്ച് കറിവേപ്പിൻ്റെ ഇതിൽ കണ്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കോവയ്ക്ക ഇട്ട് കൊടുക്കുക.
എനിക്ക് ഈ കോവക്കുപ്പേരി വെക്കുമ്പോൾ അതിൽ നാളികേരം അരക്കാത്ത ഉപ്പേരിയാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ കുഞ്ഞാണിയാക്കാക്ക് നാളികേരം പച്ചമുളകും ചതച്ചിടുന്നത് അതാണ് ഇഷ്ടം. പിന്നെ അപ്പം അതൊന്നും നോക്കിയിട്ട് കാര്യമല്ല, പണിക്കാരുണ്ട്, പണിക്കാർക്ക് നമ്മൾ നാളികേരമൊക്കെ ചതച്ചിട്ട് എടുത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവർ എന്താണ് അവർക്ക് ഇഷ്ടമെന്ന് അറിയില്ലല്ലോ. അതിൽ നാളികേരം വേണമെങ്കിൽ കുറച്ച് ചതച്ചിടാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചപ്പോൾ നാളികേരം നോക്കുമ്പോൾ വേറെ നാളികേരമല്ല, കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് മെഴുക്ക് പുരട്ടിയായിട്ട് അങ്ങനെ ഒരു ഉപ്പേരിയായിട്ട് അവർക്ക് കൊടുക്കാമല്ലോ വിചാരിച്ച് അത് ഞാനൊരു പാത്രത്തിൽ വെന്തളിയരുത് കേട്ടോ. കോവയ്ക്ക ഒരു കറുമുറേനെ കഴിക്കാൻ പറ്റണം, ചോറുക്കായാലും കഞ്ഞിക്കായാലും വെന്തളിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. എന്നാൽ നല്ലോണം വെന്ത് കിട്ടും വേണം. അപ്പോൾ അതാ ചിക്കന് വേറെ രീതിയിൽ മസാല കുഴച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൽ തൈരും ഉണക്കമുളകും കുരുമുളകും ഒക്കെ ഇട്ടിട്ടൊരു മസാല ഉണ്ടാക്കിയിട്ട് ചിക്കൻ ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മോളൂൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. ഈ ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വലിയ കഷ്ണങ്ങളാക്കി നുറുക്കി അങ്ങനെ വേവിച്ച് അങ്ങനെ വറ്റിച്ച് കണ്ടൊക്കെയാണ് ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളി സോസോ എന്തൊക്കെയോ സോസുകളൊക്കെ ഉള്ളതിൽ കുത്തി ഒഴിച്ച് പാരുടെ കണ്ടു കേട്ടോ ഞാൻ. അപ്പോൾ ഇത് അവളുടെ വകയാണ് ഇട്ടത് ഉണ്ടാക്കണം. അവളാണ് ഇതിൻ്റെ പിന്നെ ഈ ചിക്കൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ എന്നൊക്കെ പറയുന്നത് മോളൂൻ്റെയാണ് കേട്ടോ. മോളുമാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ ഞാനൊന്ന് കൂട്ടി നോക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ, ഷോർട്സ് ആയിട്ട് ഇടണ്ട്. ഈ ചിക്കൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ടോ? അപ്പോൾ എന്നാൽ പണിക്കാർ 2 പണിക്കാരുള്ളൂ, അവർക്ക് ഇതിൽ നിന്ന് 2 പീസ് കൊടുത്താൽ മതിയല്ലോ ചോറ് കൊടുക്കുമ്പോൾ, അവർക്ക് ഇഷ്ടമാവും വിചാരിച്ചു. അപ്പോൾ അതിങ്ങനെ അടച്ച് വെച്ച് വേവിക്കുകയാണ്, സാവധാനം വേവിക്കുക. വറ്റി ഇപ്പോൾ കണ്ടോ ഇങ്ങനെ വറ്റിയപ്പോൾ വെന്ത് കിട്ടി. നല്ല മസാലയോട് കൂടിയില്ല മസാല ചിക്കൻ, നല്ല ടേസ്റ്റാണ്. ഈ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കായവും ഇതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, ഈ കായം ഇറച്ചിയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ ഓട്ടട ചൂടുണ്ട് കേട്ടോ അന്ന് രാവിലേക്ക്. അപ്പോൾ രാവിലേക്ക് ഓട്ടട ചുടുകയാണിത്. ഞാൻ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് നാളികേരവും പച്ചരി അരച്ചെടുത്ത് പിന്നെ കുറച്ച് നാളികേരം കൂടി ചിരണ്ടിയെടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഓട്ടട ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഓട്ടട ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓട്ടട ചട്ടീൻ്റെ ചൂടൊക്കെ പാകമാകണം, എന്നാലേ ഓട്ടട ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇങ്ങനെ എൻ്റെ കുക്കിംഗ് വിശേഷങ്ങളാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഇഷ്ടമാണ്. കുറേ ദിവസമായിട്ട് ലെങ്ത് വീഡിയോസൊന്നും വല്ലാണ്ട് ഇടലില്ല കേട്ടോ. ഒന്നാമത് സമയം കിട്ടാഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ എന്നും ഡെയിലി 8:45 ഷോർട്സ് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടു നോക്കുകൊണ്ടിട്ടോ. ഷോർട്സ് വീഡിയോ എന്നും എന്ന് പറയും പോലെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ബിസ്മി വ്ളോഗാണ്. ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ബിസ്മി വ്ളോഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാ ചാനലും എന്നെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു ചാനലിലെങ്കിലും നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്ന ഓട്ടടയാണ് രാവിലേക്ക് ചായക്ക് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഓട്ടട നല്ല ടേസ്റ്റായി അടിപൊളി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വരുന്നത്